ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പൊതുജനാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതും അന്ധവിശ്വാസത്തെയും വ്യാജ ചികിത്സകളെയും പ്രോത്സാഹിപ്പിക്കുന്നതുമായ നീക്കങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിഞ്ഞ് ഉചിതമായ നടപടികൾ സർക്കാരും പൊതുസമൂഹവും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഇനിഗ്മ ജനറൽ സെക്രട്ടറി ഡോക്ടർ ആൻസ്മോൾ വർഗീസും ആവശ്യപ്പെട്ടു. 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സുകൾക്ക് ശേഷം എക്യുപങ്ക്ചർ ഡോക്ടർ എന്ന ബോർഡും വെച്ച് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എക്യുപങ്ക്ചർ ക്ലിനിക്കുകൾ പൊട്ടിമുളച്ചു. യഥാർത്ഥത്തിൽ ഇവർ ഡോക്ടേഴ്സ് ആണോ? ഇവർക്ക് രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുമോ? സത്യത്തിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ അണ്ടറിൽ രജിസ്ട്രേഷനുള്ള ഡോക്ടേഴ്സിനെയാണ് ഒരു രോഗിയെ ചികിത്സിക്കാൻ സാധിക്കുക. ഇതിൽ BNYS ബാച്ചിലേഴ്സ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന ഡോക്ടേഴ്സ് ആണ് എക്യുപങ്ക്ചർ അവരുടെ സിലബസിലും അവരുടെ കരിക്കുലത്തിലും പഠിച്ചു വരുന്നത്. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് അല്ലാതെ മറ്റ് ഈ പറഞ്ഞ പോലെ വളരെ തുച്ഛമായ നോളജസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഗവൺമെന്റ് കൃത്യമായ നടപടിയെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ കൂണുപോലെ അക്യുപങ്ക്ചർ ക്ലിനിക്കുകളും പരിശീലന കേന്ദ്രങ്ങളും മുളച്ചു പൊന്തുന്നത് ഇനിഗ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഭൂരിഭാഗം ആളുകൾക്കും അടിസ്ഥാനപരമായ വൈദ്യവിജ്ഞാനമോ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയോ സർക്കാർ UGC യൂണിവേഴ്സിറ്റി അംഗീകാരമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മെഡിക്കൽ കൗൺസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വ്യാജ ചികിത്സകൾ പോലും സംസ്ഥാനത്ത് തട്ടിപ്പ് ചികിത്സകളുമായി വിലസുന്ന കാഴ്ച വലിയ ഭീതി ഉളവാക്കുന്നതാണെന്നും സർക്കാർ ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും ഇനിഗ്മ ആവശ്യപ്പെട്ടു.